റോഷിപാൽ ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആരോപണ വിധേയൻ തന്നെ റിപ്പോർട്ട് നൽകുമ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെയാണ് ശരിയാവുക എന്ന ചോദ്യം നാലു ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ട് തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തുന്നു? ഇതിന്മേലിപ്പോൾ വലിയ വ്യാപകമായ എതിരഭിപ്രായം വന്ന സ്ഥിതിക്ക് CPI നിന്ന് തന്നെ വന്ന സ്ഥിതിക്ക് എന്താണ് സർക്കാർ ആലോചന? സ്മൃതി, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ തന്നെ നമുക്കറിയാം ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയുമില്ല, കൃത്യമായ സംരക്ഷണം സർക്കാർ ഒരുക്കി കഴിഞ്ഞുവെന്ന്. അതിന് തൊട്ടു പിന്നാലത്തെയാണ് ഇന്നലെ പോലീസ് മേധാവിക്ക് ADGP റിപ്പോർട്ട് കൈമാറുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നേരത്തെ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 5 മാസം കഴിഞ്ഞ് PV അൻവർ MLA തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴാണ് വീണ്ടും ഈ റിപ്പോർട്ട് തിരക്കിട്ട് സമർപ്പിക്കുന്നത്. ഏതായാലും റിപ്പോർട്ടിൻ്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ റിപ്പോർട്ട് കൈമാറിയ ADGP MR അജിത് കുമാർ കുറ്റാരോപിതനാണ്. പ്രത്യേകിച്ച് PV അൻവർ MLA RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം, പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ, അങ്ങനെ വലിയ രീതിയിൽ സംശയമുന്നയിലായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ ADGPയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ CPI പോലും അത് മുഖവിലക്കെടുക്കില്ല, പ്രതിപക്ഷം അത് പൂർണ്ണമായും തള്ളുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ സർക്കാർ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്കിത് അശോകന് പരിചയക്കുറവുള്ളത് കാരണം ഈ പ്രശ്നങ്ങൾ കൃത്യമായി രമ്യതയോടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ അങ്കിത് അശോക് എന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽ ചാരി രക്ഷപ്പെടാനുള്ള ചിലരുടെ നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഏതായാലും ADGPയെ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ബാഹ്യ ഇടപെടലില്ലെന്ന് ADGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമ്പോൾ അത് അന്നത്തെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി സർക്കാർ. UDF ആവശ്യം